ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വകാരോഹണ തിരുനാളിൻ്റെ എല്ലാ നന്മകളും നമുക്ക് ഈ ദിവസങ്ങളിൽ ആഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. എറിക് എമ്മാനുവൽ മക്കക്കാട്ട്, ഈവ മേരി വർഗീസ്, മേരി പള്ളിത്താഴത്ത്, കെവിൻ റോയ് ആന്റണി മേലാട്ട് കൊച്ചി, അലീന റജി, ലൂസി ദേവസി പനച്ചിക്കൽ, എൽസമ്മ ദേവസി പനച്ചിക്കൽ, ആൽവിൻ ജോയ് പിരക്കിടത്ത്, അലൻ ജോയ് പിരക്കിടത്ത്, ക്രിസ്റ്റഫർ തോമസ്, മറീന തോമസ്, സച്ചി മാത്യു, ഇവാന ജെഫിൻ കുന്നപ്പള്ളി, ജെഫിൻ ജസ്റ്റിൻ കുന്നപ്പള്ളി, ജോ ബെന്നി എരിഞ്ഞേരി, ലിൻസി സിബി, അന്ന കാതറിൻ പൊന്നാട്ട്, സെറീന സെബാസ്റ്റ്യൻ, സവാന സെബാസ്റ്റ്യൻ, ടിയാന റോയ്, സെറീന റോയ്, ക്രിസ് ജെയിംസ് മുണ്ടക്കോൾ, ട്രീസ റോയ്, അമേൽ മാത്യു, മേഘ മാത്യു, അഖിൽ മാത്യു, ജോയ് മാത്യു കല്ലിക്കൽ, മേരി ഫ്രാൻസിസ്, ഗബ്രിയേല ജോസ്, മേരി കൊപ്പപ്പാറ, ജമ്മ ജോസ്, സുനിൽ ഷാജി, അൽഫോൺസ മാത്യു, അമാൻഡ കാടത്തോ, കാനച്ചേരി വലി, ചൂരവടി ഫാമിലി, സിസിലി ചാക്കോ കിഴക്കേക്കാട്ടിൽ, ജേക്കബ് മാത്യു വലിയ മറ്റത്തിൽ, പഴയുള്ള കുടുംബം, ജോസഫ് വൈനങ്കൽ, ലിജോ തോമസ് വിളമ്പുരയിടത്തിൽ, നൈല ജോസ് പള്ളിപ്പുറത്ത് കുന്നേ, Don't
വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിൽക്കുക. ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഇടവകയിൽ ഇന്ന് റാസ കുർബാന നമ്മൾ അർപ്പിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ഏറ്റവും ആഘോഷമായിട്ടുള്ള വിശുദ്ധ കുർബാനയാണ് റാസ കുർബാന. ഈ വിശുദ്ധ കുർബാനയ്ക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺസ് ടി തച്ചാരച്ചനാണ്. ഇവിടെ ഇങ്ങേറ്റത്തിരിക്കുന്ന അച്ഛന് ലോങ് ഐലൻഡ് പള്ളിയുടെ വികാരിയായിട്ട് ജോലി ചെയ്യുന്നു. വർഷങ്ങളായിട്ട് ചിക്കാഗോ രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനാണ്. കോപ്പയിൽ, മയാമി, അതുപോലെ തന്നെ ഇപ്പോൾ ലോങ് ഐലൻഡ് ഈ ദേവാലയങ്ങളിലായിട്ട് അച്ഛന് ശുശ്രൂഷ ചെയ്തു വരുന്നു. സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട ജോൺസ് ടി തച്ചാന അച്ഛനെ നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക്, റാസ കുർബാനയ്ക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ആർച്ച് ഡീക്കന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അജിയച്ഛനാണ്. അച്ഛനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിചയപ്പെടുത്തിയിരുന്നു. അച്ഛൻ ഹോളി ക്രോസ് സഭാംഗമാണ്. നാട്ടില്, ഇന്ത്യയില്, ബോംബെയില് സ്കൂൾ രംഗത്ത് അച്ഛൻ പ്രവർത്തിക്കുന്നു. സ്കൂളിലെ ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അജിയച്ഛൻ. ഇതിനോടൊപ്പം ഞാൻ സൂചിപ്പിച്ചതുപോലെ കപ്പ്യാനമല കുടുംബത്തിന്റെ ഒരു അംഗം കൂടിയാണ് അച്ഛൻ. പ്രിയപ്പെട്ട അജിയച്ഛ, സ്നേഹപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അച്ഛൻ്റെ അടുത്തിരിക്കുന്ന അച്ഛന് ബഹുമാനപ്പെട്ട സിയ അച്ഛൻ. അച്ഛന് ഈ അമേരിക്കയിൽ സൈക്കോളജി പഠിക്കുന്നതാണ്. റിഡംബ്രിസ്റ്റ് സഭാംഗമാണ്. അച്ഛൻ്റെ വീട് കാഞ്ഞിരപ്പള്ളിയാണ്. അച്ഛനെയും സ്നേഹപൂർവ്വം നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ ശുശ്രൂഷകളുടെ ഭാഗങ്ങൾ നേതൃത്വം കൊടുക്കാനായിട്ടും സഹായിക്കാനായിട്ടും നമ്മുടെ കൂടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പുതുശ്ശേരി അച്ഛനാണ്. അച്ഛൻ നാട്ടില് എറണാകുളത്താണ് അച്ഛൻ്റെ വീട്. അച്ഛൻ നമ്മുടെ രൂപതയിൽ ഏതാണ്ട് കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്ത് വരികയായിരുന്നു. വിവിധ ദേവാലയങ്ങളിലായിട്ട് വികാരിയായിട്ട്. ഇപ്പോൾ അച്ഛൻ ന്യൂജേഴ്സിയിൽ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ 1 വർഷത്തേക്ക് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. സ്നേഹപൂർവ്വം നമ്മുടെ ജസ്റ്റിൻ അച്ഛനെ നമ്മുടെ ഈ വിശുദ്ധ കുർബാനയിലേക്ക്, റാസാക്രമത്തിലേക്ക്, നമ്മുടെ ഇടവകയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 9 ദിവസങ്ങൾക്ക് ഏതാണ്ട് നമ്മുടെ നൊവേനകൾ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് യേശു മിശിഹ നിന്റെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദേശകാര്യം സാധിച്ചത് നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. ഈ ദേവാലയത്തിൽ ഹൃദയങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയുടെ ഏറ്റവും കൃപ നിറഞ്ഞ ആനന്ദത്തിന്റെ നിമിഷമാണ് ഈ തിരുനാൾ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ ആഘോഷമായ പരിശുദ്ധ കുർബാന. ശുശ്രൂഷയുടെ വ്യാഖ്യാന ഗീതങ്ങൾ, വിശുദ്ധ കുർബാന മധ്യയുള്ള ക്രൂശ് ചുംബനം, പരിശുദ്ധാത്മാവ നിറവിന് വേണ്ടിയുള്ള റൂഹാക്ഷണ പ്രാർത്ഥനകൾ, ഇതെല്ലാം ഈ ആഘോഷമായ ക്രമത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഈ ബലിയിൽ ചൈതന്യത്തോടുകൂടി പങ്കെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മയുടെ തിരുനാളാണ്. തൻ്റെ ജീവിതത്തിലെ മുഴുവൻ കൃപകളും അമ്മ ഏറ്റെടുത്ത് പറഞ്ഞു, കർത്താവ് അല്ലിച്ചെയ്തത് നിറവേറും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഭാഗ്യവതി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് കരുണയായിരിക്കണമേ. അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം.
ഒരുമയുടെ ബലിയർപ്പിക്കാം. സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. അത്യുന്നതമാ സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. അത്യുന്നതമാ സുലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങളെ രക്ഷിച്ചരുളണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട്. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന് വരവ് ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന് ഞാൻ നിങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൃശ്യാവിൽ നിൽക്കുവാനും സ്വീകരിക്കുവാൻ ഞങ്ങൾ ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ നിറഞ്ഞുകൂടി നിൽക്കുന്ന സഭയെ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും സൃഷ്ടാവാകുന്നു, സകലത്തിലെ നാഥ എന്നേക്കും. ഈശോ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അധ്യായം 3, 8 മുതലുള്ള വാക്യങ്ങൾ. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ പഴം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ശിക്ഷയും വാഗ്ദാനം. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ എഴുതി നടക്കും. ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ കേൾപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാനിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും. അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. അത് മുള്ളും മുൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവമായ കർത്താവ് തോല് കൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. കർത്താവ് അവരെ ഏഴൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. എന്റെ സഹോദരൻ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 16, 17 മുതൽ 27 വരെയുള്ള തിരുവചനം. തന്റെ വിശുദ്ധ പ്രബോധനത്താൽ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അന്ധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധവചനം ഏവർക്കും ഓടുന്ന തന്റെ കൃപാലയത്താൽ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ. സഹോദരെ, നിങ്ങൾ പഠിച്ച തത്വചിന്തകൾക്ക് വിരുദ്ധമായി കിടപ്പുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുകയും അങ്ങനെയുള്ളവൻ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ
യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ചിത്തിലെ സഭയിൽ യോഹന്നാൻ എഫേസുസിൽ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിൽക്കുന്നുണ്ട്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യില്ല. യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ എല്ലാം മക്കോളം നിറച്ച് ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. സ്തുതിയായിരിക്കട്ടെ. ഈശ്വര പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആദ്യമായി മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭ നമ്മളോടൊരു കാര്യം പറയുന്നു. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരമ്മ സ്വർഗത്തിലുണ്ട്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരമ്മ സ്വർഗത്തിലുണ്ട്. അവൾ സ്വർഗത്തിന്റെ വാതിൽ, പാപികളുടെ സങ്കേതം, രോഗികളുടെ ആശ്രയം, മാലാഖമാരുടെ രാജ്ഞി. അവള് വാഗ്ദാനത്തിന്റെ പേടകമാണ്. അവൾ ഉഷകാല നക്ഷത്രമാണ്. അവള് ദാവീദിന്റെ കോട്ടയാണ്. ഇത് പറയുന്നതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരരെ, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ മുൻ വികാരി അച്ഛൻ മാതാവിന്റെ സ്വർഗാരോഹണത്തിന്റെ അതെങ്ങനെയാണ് സഭയിലേക്ക് വന്നത് എന്ന കാര്യങ്ങളൊക്കെ വളരെയധികമായിട്ട് വ്യാഖ്യാനിച്ചു തന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരനെങ്കിലും ഞാനൊരു കാര്യം പറയാം. പ്രിയപ്പെട്ട സഹോദരന്റെ ഈ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് പോവുകയല്ല ചെയ്തത്. അമ്മ സ്വർഗത്തിലേക്ക് വളരുകയാണ് ചെയ്തത്. ശരിയല്ലേ? നമ്മൾ ആരും സ്വർഗത്തിലേക്ക് പോവുക, നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് വളരണം. ആത്മീയമായ പരിശുദ്ധ അമ്മ അന്ന് അമ്മ ദൈവത്തോട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ അന്ന് മുതൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് വളരെയെന്ന് ആ വളർച്ചയുടെ പൂർത്തീകരണം. സഭ പറയാം, മക്കളെ, നമുക്കൊരമ്മ സ്വർഗത്തിൽ. എന്നിട്ട് സഭ നമ്മളോട് പറയും, ആ അമ്മയെ
കണ്ട് നമ്മൾ പഠിക്കണം. ആ അമ്മയുടെ ആത്മീയത നമ്മളെ വിശുദ്ധരാക്കി തീർക്കണം. അമ്മ ഈശോയെ അനുഗമിച്ചതുപോലെ, ആ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ, ആ അമ്മ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിച്ചതുപോലെ നീയും ഞാനും ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് സഭ ഇന്ന് ഓർമ്മപ്പെടുത്തുക. അതിന്റെ കൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ നമ്മളോട് പറയും ആ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ തേടണം. ആ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ അന്വേഷിക്കണം. ഞാൻ ഇന്ന് ഈ അൽത്താരിൽ ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനൊരു കാരണമുണ്ട്. ആ അമ്മയുടെ മാധ്യസ്ഥം. എൻ്റെ അമ്മ ഈ ഭൂമിയിലേക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മ ഈ ജപമാല എടുത്ത് സ്വർഗത്തിന്റെ വാതിലായ പരിശുദ്ധി അമ്മയെ മുട്ടി വിളിച്ച് അമ്മയുടെ അരികിൽ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഇന്ന് അച്ഛനെ ഈ ജീവിതത്തിൽ ഇന്ന് ഈ ലോകത്തില്ല. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാവുന്നത്. 3ൽ പഠിക്കുമ്പോൾ ഏതാണ്ട് മെയ് മാസത്തില്, ഏതാണ്ട് 8-9 വയസ്സുണ്ട്. ആ സമയത്ത് മെയ് മാസത്തിൽ എനിക്ക് ശക്തമായ പനി വന്നു. ആദ്യം ആശുപത്രി കൊണ്ട് എന്റെ ബന്ധുജനങ്ങൾക്ക് എവിടെ ഇരിക്കുന്നു അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. എന്നെ ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർ പനിക്ക് മരുന്ന് തന്നു. ഏതാണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ചുമ തുടങ്ങി. ചുമയ്ക്കുള്ള മരുന്ന് ഡോക്ടർ തന്നുകൊണ്ടു. പനിയും ചുമയും തുടർന്നു പോകുക. ഡോക്ടർ വിചാരിച്ചു മരുന്ന് കൊണ്ട് അസുഖമൊക്കെ മാറും. പക്ഷേ ഏതാണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചുമച്ച് തുപ്പുന്ന കഫത്തില് ഓരോ തുള്ളി രക്തം കാണാൻ തുടങ്ങി. I started noticing drops of blood in the sputum. You know, I was scared. I didn't want to go to hospital. You can understand why. I was scared of injection. All are smiling. Okay. So, I was scared of injection. I didn't want to go to hospital. ആശുപത്രി പോകാൻ എനിക്ക് പേടിയാണ്. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നടക്കുക. ഒരു ദിവസം ഞാൻ അടുക്കള വശത്ത് ചുമച്ചു, ശക്തമായി ചുമച്ചു. When I noticed blood in the sputum, I looked around. I immediately covered it with mud. My mother was watching it through the window from the kitchen. അമ്മ ഓടി വന്ന് എൻ്റെ കയ്യിലിരുന്ന റബ്ബറിന്റെ കമ്പ് പിടിച്ചു പറിച്ചെടുത്ത് മണ്ണ് മാറ്റി നോക്കിയപ്പോ കട്ട ചോര കിടക്കുക. മാമി ഒരൊറ്റ കരച്ചില്. പപ്പ ഓടി വന്നു. എന്നാടി പറ്റി? ഇങ്ങോട്ട് നോക്കിക്കേ, ചോര കിടക്കുന്നു. പപ്പ വന്നത് കൊച്ചിനെ പിടിച്ചടി എന്ന് പറഞ്ഞ് എനിക്ക് കാര്യം മനസ്സിലായി. ഇപ്പോഴും എന്റെ വീടിന്റെ പുറകില് ആ മാവ് നിൽക്കുന്നുണ്ട്. ആ മാവിനെ ഞാൻ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുവോ, ഞാൻ പോകില്ല. ഇങ്ങോട്ട് ആശുപത്രിയിൽ എന്നെ പിടിച്ച് ബലമായി ഓട്ടോറിക്ഷയിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയി. ഈ സഭാചാന്തത്തിന് മേൽ വന്ന നിറയുന്ന അഭിഷേകത്തിന്റെ പ്രാർത്ഥനയുടെ ഈ നിമിഷം പരിശുദ്ധമായ അമ്മയിൽ വസിച്ച അനുഭവേദ്യമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ സ്നേഹ സമൂഹത്തിൽ നിറയ്ക്കണമേ എന്ന് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുക. സഹോദരരെ, നമുക്ക് പ്രഗത്ഭരായി തലവരിച്ച് ആശീർവാദം സ്വീകരിക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങേ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ചവരെടുത്ത ദൈവമായ പരിശുദ്ധ കത്തോലിക്ക സഭ നേടിയതാണ്. ദൈവസ്വഭാവത്തിൽ അംഗമായ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ പരിശുദ്ധ സഭാശരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരം ബലഹീനമായ ഞങ്ങളെ കരുണയോടെ യോഗ്യരാക്കി. കർത്താവേ, അങ്ങേ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. നീ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെയും നമ്മൾ തിരഞ്ഞെടുത്ത ഈ ജനത്തിന്റെയും മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഞങ്ങളെന്നുമായി ദിവ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവൻ യോഗ്യതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിരന്തരം ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ മാമോദിസ സ്വീകരിക്കുകയും ഇവന്റെ എഴുത്താൽ നിദ്രാവുകയും ചെയ്തവർ ഭക്തരുടെ സ്തുതിയോടും കൂടെ വിശ്രവസങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
നീക്കും. ആമേൻ ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം നമ്മുടെ ശുശ്രൂഷകൾ സ്വീകരിക്കട്ടെ. സകലവിധ വരങ്ങൾ കൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാമേഘത്താൽ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങേ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിവരിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി
അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങളോടുകൂടെ വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയായ മറിയമേ, നീ ഭാഗ്യവതിയാകുന്നു. നിന്റെ കടന്നു പോകുന്ന ദിവസം സ്വർഗം ആനന്ദിക്കുകയും ഭൂമി ആഹ്ലാദിക്കുകയും ചെയ്തു. സഹോദരനെ വരുവേ, നമുക്ക് മിശിഹായുടെ ശരണം സ്വീകരിച്ച് മാലാഖമാരുടെ കൂടെ അവന് സ്തുതി പാടാം. നിത്യജീവൻ നൽകി.
അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹരാകട്ടെ. അവൻ ഇനിയുമായ ദാനത്തെ പ്രതി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കും. സകലത്തിന്റെയും നാഥായ നീക്കും.
ജീവനേകിടുമപ്പമാം ജീവദായകനേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ, ജീവനേകിടുമപ്പമാം ജീവദായകനേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ, പരിശുദ്ധ കന്യാമറിയമേ
പരിശുദ്ധ സ്നേഹം പകരണമേ പരിശുദ്ധ കന്യാമറിയമേ പരിശുദ്ധ സ്നേഹം പകരണമേ ജീവനേകിടുമപ്പമാം ജീവദായകനേശുവിന് ജന്മം നൽകിയ കന്യാമാതാവേ ആശ്വാസത്തിൻ ഖനിയാണല്ലോ അമ്മേ നിൻ